ഹലോ അമ്മാസ് വ്ലോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിശ്വസിക്കുന്നു. ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് ഒരു വെണ്ടയ്ക്കപ്പുളിയാണ്. അതിൻ്റെ റെസിപ്പി എന്താണെന്ന് നമുക്ക് നോക്കാം. അതിനായി ഒരു പാൻ അടുപ്പത്ത് വെച്ച് അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണ ചേർത്ത് കൊടുക്കാം. വെണ്ടയ്ക്ക ഇട്ട് കൊടുത്തിട്ടുണ്ട്. ഒരുപാട് സമയം വഴറ്റേണ്ടതില്ല. കുറച്ച് സമയം വഴറ്റിയെടുത്തതിന് ശേഷം അത് നമുക്ക് ഒരു പാത്രത്തിലേക്ക് മാറ്റിയെടുക്കാം. പിന്നീട് അതേ പാനിലേക്ക് തന്നെ കുറച്ച് വെളിച്ചെണ്ണ കൂടി ചേർത്ത് കൊടുത്തിട്ടുണ്ട്. കുറച്ച് കടുക് ഇട്ട് കൊടുക്കാം. കുറച്ച് ജീരകം, കുറച്ച് ഉലുവ എന്നിവ ചേർത്ത് ഒന്നുകൂടി ഇളക്കിയെടുക്കാം. പിന്നീട് അതിലേക്ക് കുറച്ച് കറുവേപ്പില ചേർത്ത് കൊടുക്കുന്നുണ്ട്. കുറച്ച് വെളുത്തുള്ളി അല്ലിയാണ് പിന്നീട് ഇട്ട് കൊടുക്കുന്നത്. വറ്റൽമുളക് ചേർത്ത് കൊടുക്കാം. പിന്നീട് കുറച്ച് ചെറിയ ഉള്ളി ക്ലീൻ ചെയ്തത് ഇട്ട് കൊടുത്തിട്ടുണ്ട്. പൊളിച്ചെടുക്കണം, കഷ്ണങ്ങളാക്കേണ്ട ആവശ്യമില്ല, മുഴുവനായിട്ട് തന്നെ ഇട്ട് കൊടുക്കാം. ഒന്ന് വഴറ്റിയെടുത്താൽ മതി, ഒരുപാട് സമയം വഴറ്റേണ്ടതില്ല. ഉള്ളിയൊക്കെ നന്നായിട്ട് വഴണ്ടി വന്നിട്ടുണ്ട്. പിന്നീട് അതിലേക്ക് പൊടികൾ ചേർത്ത് കൊടുക്കാം. കുറച്ച് മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം. കുറച്ച് മുളക് പൊടി ചേർത്ത് കൊടുക്കുന്നുണ്ട്. എരിവിനനുസരിച്ച് ചേർത്ത് കൊടുക്കാം. പിന്നീട് അതിലേക്ക് ഒരു സ്പൂൺ മല്ലിപ്പൊടി ആഡ് ചെയ്യാം. അതിൻ്റെ പച്ചമണം മാറുന്നവരെ ഒന്ന് ഇളക്കിയെടുക്കാം. അമ്മാസ് വ്ലോഗ് എല്ലാവരും സപ്പോർട്ട് ചെയ്യാൻ, ലൈക്ക് ചെയ്യാനും മറക്കരുതേ. ഓരോ സപ്പോർട്ടിനും എനിക്ക് അതിൻ്റേതായ വിലയുണ്ട്. മുന്നോട്ട് പോകുവാൻ നിങ്ങളുടെ ഓരോ സപ്പോർട്ടും ആവശ്യമാണ്. പിന്നീട് അതിലേക്ക് ഒരു തക്കാളി ചെറിയ കഷ്ണങ്ങളായി ആക്കിയത് കൂടി ഇട്ട് കൊടുക്കാം. നന്നായിട്ടൊന്ന് വഴണ്ടി വരുന്നവരെ ഇളക്കി കൊടുക്കാം. അതിലേക്ക് കുറച്ച് പുളിവെള്ളം ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി തിളച്ച് വരുമ്പോൾ അതിലേക്ക് കുറച്ച് ഉപ്പിട്ട് കൊടുക്കാം. പിന്നീട് വെണ്ടയ്ക്ക ചേർത്ത് കൊടുക്കുന്നുണ്ട്. നന്നായി ഇളക്കിയെടുക്കാം. അതിലേക്ക് പിന്നീട് ഒരു കഷ്ണം ശർക്കര ഞാൻ ചേർത്ത് കൊടുത്തിട്ടുണ്ട്. ശർക്കര കൂടി ചേർക്കുകയാണെങ്കിൽ മധുരവും പുളിയും ഉപ്പും ബാലൻസ് ചെയ്യാനാണ് ശർക്കര ചേർത്ത് കൊടുത്തിട്ടുള്ളത്. നല്ലൊരു ടേസ്റ്റുള്ള വെണ്ടയ്ക്ക കറിയാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കുവാൻ ശ്രമിക്കണേ. ചോറിൻ്റെ കൂടെ കഴിക്കാനും നല്ല ടേസ്റ്റാണ്. എല്ലാവരും ഉണ്ടാക്കി നോക്കണേ. ഞാൻ ചോറിൻ്റെ കൂടെയാണ് ഇത് കഴിക്കുന്നത്. ഇന്നത്തെ ഉച്ചയ്ക്കുള്ള ലഞ്ച് കഴിക്കുന്നതാണ് ഞാൻ സെർവ് ചെയ്യുന്നത്. എല്ലാവരും ഇങ്ങനെ ഒന്ന് ഉണ്ടാക്കി നോക്കി അഭിപ്രായം കമൻറ്റിലൂടെ അറിയിക്കണേ. നല്ലൊരു ഡിഷാണ്, എല്ലാവരും ഉണ്ടാക്കണം.